നമസ്കാരം. ഇക്കണോമിക്സ് ടൈംസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 6, 2026. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന RBI പണനയ പ്രഖ്യാപനം ഗവർണർ സഞ്ജയ് മൽഹോത്ര നടത്തിക്കഴിഞ്ഞു. ഈ വർഷത്തെ ആദ്യത്തെ വലിയ സാമ്പത്തിക പ്രഖ്യാപനമാണിത്. നമ്മുടെ പോക്കറ്റിനെയും ലോൺ അടവിനെയും ബാങ്ക് നിക്ഷേപങ്ങളെയും ഇത് എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് നോക്കാം. പലിശ നിരക്കുകളിൽ മാറ്റമുണ്ടാകുമോ എന്നതായിരുന്നു എല്ലാവരുടെയും പേടി. എന്നാൽ RBI ഇത്തവണ റിപ്പോ നിരക്കിൽ മാറ്റം വരുത്തിയിട്ടില്ല. 5.25% തന്നെ റിപ്പോ നിരക്ക് തുടരും. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ആകെ 1.25% നിരക്ക് കുറച്ചതിന് ശേഷം ഇപ്പോൾ ഒരു ചെറിയ ഇടവേള നൽകിയിരിക്കുകയാണ് RBI. അതായത് നിങ്ങളുടെ ഭവന വായ്പയുടെയോ വാഹന വായ്പയുടെയോ EMI ഉടനെ കുറയില്ല. പക്ഷേ കൂടുകയുമില്ല എന്നുള്ളത് ഒരു ആശ്വാസമാണ്. ന്യൂട്രൽ സ്റ്റാൻസ് തന്നെ തുടരാനാണ് ബാങ്ക് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് വളരെ പോസിറ്റീവായ കാര്യങ്ങളാണ് ഗവർണർ പറഞ്ഞത്. ഈ സാമ്പത്തിക വർഷം നമ്മുടെ രാജ്യം 7.4% വളർച്ച നേടുമെന്നാണ് പുതിയ കണക്ക്. ഇത് ലോകത്തെ തന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥ എന്ന ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിക്കുന്നു. അമേരിക്കയുമായുള്ള പുതിയ വ്യാപാര കരാറുകളും ബജറ്റിലെ വൻ നിക്ഷേപങ്ങളും നമ്മുടെ വിപണിക്ക് കരുത്തേകുന്നുണ്ട്. സാധാരണക്കാർക്ക് വലിയൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. ചെറുകിട സംരംഭകർക്ക് ഈടില്ലാതെ ലഭിക്കുന്ന ലോണിന്റെ പരിധി 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷമായി ഉയർത്തി. ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വലിയ സഹായകമാകും. അതുപോലെ റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്കും നല്ല വാർത്തകളുണ്ട്. ബാങ്കുകൾ ഇനി മുതൽ റേറ്റുകളിൽ പണം മുടക്കാൻ കൂടുതൽ അനുമതി നൽകിയിട്ടുണ്ട്. ഇത് വീട് വാങ്ങാൻ ഇരിക്കുന്നവർക്കും ബിൽഡർമാർക്കും ഗുണകരമാകും. വിലക്കയറ്റം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ നിയന്ത്രണ വിധേയമാണെന്നാണ് RBI പറയുന്നത്. അടുത്ത സാമ്പത്തിക വർഷം ഇത് 2.1% ആയിരിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. എന്നാലും ഭക്ഷ്യസാധനങ്ങളുടെ വിലയിൽ ഒരു കണ്ണ് വേണമെന്ന് ഗവർണർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ബാങ്കുകളിൽ പണലഭ്യത കുറവായതിനാൽ വരും ദിവസങ്ങളിൽ ഫിക്സഡ് ഡിപ്പോസിറ്റുകൾക്ക് നല്ല പലിശ ലഭിക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ പല പ്രമുഖ ബാങ്കുകളും 7% മുകളിൽ പലിശ നൽകുന്നുണ്ട്. മുതിർന്ന പൗരന്മാർക്ക് ഇത് 8% വരെ കിട്ടുന്നു. ചുരുക്കത്തിൽ വായ്പ എടുത്തിട്ടുള്ളവർക്ക് പലിശ കുറഞ്ഞില്ലല്ലോ എന്ന സങ്കടം വേണ്ട. കാരണം കഴിഞ്ഞ മാസങ്ങളിലായി കുറഞ്ഞ നിരക്കുകൾ ബാങ്കുകൾ ഇനിയും ഉപഭോക്താക്കളിലേക്ക് എത്തിച്ചു തീർന്നിട്ടില്ല. ഇപ്പോൾ ലോൺ എടുക്കാൻ പ്ലാനുള്ളവർക്ക് ബാങ്കുകളെ സമീപിച്ച് പുതിയ ഓഫറുകൾ ചോദിക്കാവുന്നതാണ്. സ്ഥിര നിക്ഷേപം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതാണ് ഏറ്റവും നല്ല സമയം. പലിശ കുറയാൻ കാത്തിരുന്നാൽ ചിലപ്പോൾ നഷ്ടം വരാം. ഈ വിവരങ്ങൾ നിങ്ങളുടെ അറിവിലേക്കായി മാത്രമുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിന് മുൻപ് നിങ്ങളുടെ സാമ്പത്തിക ഉപദേഷ്ടാവുമായി സംസാരിക്കുക. ഇതുപോലെയുള്ള സാമ്പത്തിക വാർത്തകൾ വേഗത്തിൽ അറിയാൻ ഇക്കണോമിക്സ് ടൈംസ് മലയാളം ഫോളോ ചെയ്യുക. നന്ദി.